ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അഡ്രിനാലിൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് CNSലെ അഗെയിൻ എസ് എ ടോപ്പിക്സിലൊന്നായ ലീഷൻസ് ഓഫ് സ്പൈനൽ കോഡാണ്. ഓക്കെ, അപ്പോൾ ലീഷൻസ് ഓഫ് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഒന്നെങ്കിൽ എസ് ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജനറലി ഷോർട്ട് എസ് ആയിട്ടാണ് ചോദിക്കുക. അധികം സബ് ടോപ്പിക്സ് ഒന്നും ഇതിൽ ജനറലി വരുന്നില്ല. മെയിൻലി രണ്ട് ടോപ്പിക്സാണ് വരിക. അതായത് ഒന്ന് കംപ്ലീറ്റ് ട്രാൻസിഷണൽ സ്പൈനൽ കോഡും പിന്നെ ഹെമി സെക്ഷണൽ സ്പൈനൽ കോഡ്. ഈ ടോപ്പിക്സാണ് വരിക കേട്ടോ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എഴുതി വെച്ചിട്ടുണ്ട്. ട്രാൻസിഷണൽ സ്പൈനൽ കോഡ്, പിന്നെ മാസ് റിഫ്ലെക്സ്, ദെൻ അഗെയിൻ ഹെവി സെക്ഷണൽ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബ്രൗൺ സെക്വേറ്റ് സിൻഡ്രോം, പിന്നെ സ്റ്റേജസ് ഓഫ് സെക്ഷൻസ് സ്പൈനൽ കോഡ്. അതും അഗെയിൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സെക്ഷനിൽ വരുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ജനറലി ചോദിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് പാർട്ടിൽ മെയിൻലി കംപ്ലീറ്റ് ട്രാൻസാക്ഷണൽ സ്പൈനൽ കോഡും ഇൻകംപ്ലീറ്റ് ട്രാൻസാക്ഷണൽ സ്പൈനൽ കോഡും, സെക്കൻഡ് പാർട്ടിൽ ബ്രൗൺ സെക്വേറ്റ് സിൻഡ്രോം ആയിരിക്കും ഡീൽ ചെയ്യും. ഓക്കെ, സോ ട്രാൻസാക്ഷണൽ സ്പൈനൽ കോഡ് നമുക്ക് മൂന്ന് രീതിയിൽ കാണാൻ പറ്റും. സ്പൈനൽ കോഡ് കംപ്ലീറ്റ്ലി ട്രാൻസെക്റ്റ് ആവാം, ഇൻകംപ്ലീറ്റ്ലി ട്രാൻസെക്റ്റ് ആവാം, ഹെവി സെക്ഷനും കാണാൻ പറ്റും. ഫസ്റ്റ് വൺ ഈ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നോക്കാം. കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ എന്തൊക്കെ ഉണ്ട്? ജനറലി ആക്സിഡൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ബുള്ളറ്റ് ഇഞ്ചുറി, then inflammation, that is transverse myelitis, ട്യൂമേഴ്സ് ഓഫ് സ്പൈനൽ കോഡ് പോലുള്ള കോസസ് ആണ് ഇതിൻ്റെ റീസൺ. കോമൺ സൈറ്റ് മിഡ് thoracic റീജിയനിലാണ് ഇത് കാണുക. സ്റ്റേജസ് നമുക്ക് മെയിൻലി 3 സ്റ്റേജസ് ആണുള്ളത്. ഈ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇത് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. സ്റ്റേജ് ഓഫ് സ്പൈനൽ ഷോക്ക്, സ്റ്റേജ് ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റി ആൻഡ് സ്റ്റേജ് ഓഫ് ഡീജനറേഷൻ. ഓക്കെ, സ്റ്റേജ് ഓഫ് സ്പൈനൽ ഷോക്ക്, സ്റ്റേജ് ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റി ആൻഡ് സ്റ്റേജ് ഓഫ് ഡീജനറേഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സ്റ്റേജ് ഓഫ് സ്പൈനൽ ഷോക്ക് ആണ്. ഡ്യൂറേഷൻ മിനിമം 2 weeks ആണ് ഇത് കാണുക, മിനിമം 2 weeks. അപ്പോൾ ഈ സ്റ്റേജ് ഓഫ് സ്പൈനൽ ഷോക്ക് നമ്മൾ പിന്നെയും മോട്ടർ ഇഫക്ട്സ്, സെൻസറി ഇഫക്റ്റ്, വാസമോട്ടർ ഇഫക്റ്റ്, വിസറൽ ഇഫക്റ്റ്, അങ്ങനെ നമ്മൾ പിന്നെ ഇതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഐ മീൻ എഗെയിൻ സബ്സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മോട്ടർ ഇഫക്റ്റ്. മോട്ടർ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ലീഷൻ്റെ താഴെ, ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ കംപ്ലീറ്റ് പാരാലിസിസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ലീഷൻ ഒരു ഹയർ ലെവൽ എന്ന് പറയുമ്പോൾ സെർവൈക്കൽ, തൊറാസിക് ആ ലെവൽസിലൊക്കെ കാണുകയാണ്. സെർവൈക്കൽ ലെവലിൽ കാണുകയാണെങ്കിൽ ഓൾ ദ 4 limbs ആർ എഫക്റ്റഡ്, ദാറ്റ് ഇസ് ക്വാഡ്രിപ്ലീജി ആയിരിക്കും കാണുക. അതേസമയം തൊറാസിക് ലെവലിലൊക്കെ ആണെങ്കിൽ ഓൺലി ലോ ലിംസ് ആർ എഫക്റ്റഡ്, ദാറ്റ് ഇസ് പാരപ്ലീജിയാണ് കാണാൻ പറ്റുക. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് മസിൽസിൻ്റെ ടോൺ കംപ്ലീറ്റ്ലി പോവും, ഹൈപ്പോടോണിയ വരും, പിന്നെ ഫ്ലാസിഡ് പാരാലിസിസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഓൾ റീഫ്ലെക്സസ് ബോത്ത് സൂപ്പർഫിഷ്യൽ, ഡീപ്പ്, ഓൾ റീഫ്ലെക്സസ് ആർ ലോസ്റ്റ്. ഇത്രയാണ് മോട്ടർ ഇഫക്റ്റ് കാണുക. പാരാലിസിസ്, ഹൈപ്പോട്ടോണിയ, ഫ്ലാസിഡ് പാരാലിസിസ്, റീഫ്ലെക്സസ് ലോസ്റ്റ്. സെൻസറി ഇഫക്റ്റ് ആണ് എഗെയിൻ ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ ഓൾ സെൻസേഷൻസ് ആർ ലോസ്റ്റ്. വാസമോട്ടർ ഇഫക്റ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക, ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് ലീഷൻ വാസമോട്ടർ ഇഫക്റ്റ് വേരീസ്. കാരണം ഈ സിമ്പത്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്ത് നിർത്തി ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് സിമ്പത്തറ്റിക് വാസോമോട്ടർ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇവർ T1 to L2 ലെവലിലാണ് കാണുക. അപ്പോൾ L2 ലെവലിൻ്റെ താഴെയാണ് ലീഷനെങ്കിൽ കാര്യമായിട്ടുള്ള വാസോമോട്ടർ ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം T1 to L2 അല്ലെങ്കിൽ T1 എബോവ് ആണ് ലീഷനെങ്കിൽ ഈ ഫൈബേഴ്സ് കട്ടായി പോകും. അങ്ങനെ കട്ടായി പോകുമ്പോൾ എന്താ സംഭവിക്കുക? BP ഫോൾ വരും, വീനസ് റിട്ടേൺ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, നമ്മുടെ എക്സ്ട്രിമിറ്റീസ് എല്ലാം കോൾഡ് ബ്ലൂ അപ്പിയറൻസ് വരും. ഓക്കെ, അത് ഒപ്പം തന്നെ സിമ്പത്തറ്റിക് ഫൈബേഴ്സ് പോകുന്നതുകൊണ്ട് സ്വെറ്റിംഗ് ഭയങ്കരമായി കുറഞ്ഞ് സ്കിൻ വിൽ ബിക്കം ഡ്രൈ ആൻഡ് സ്കേലി, റിസൾട്ടിങ് ഇൻ ബെഡ് സോസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാസമോട്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് വി ഹാവ് വിസറൽ ഇഫക്റ്റ്. വിസറൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ urinary bladder, rectum, all of these are paralyzed. Because of that, urinary retention, constipation happens. എന്താണ് ഈ സ്പൈനൽ ഷോക്കിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡ് റിക്വയേഴ്സ് ഇമ്പൾസസ് ത്രൂ ദ ഡിസെൻഡിങ് ട്രാക്സ് ഫോർ ഇറ്റ് ഫംഗ്ഷൻ. പക്ഷെ അത് ട്രാൻസെക്റ്റ് ആകുമ്പോൾ ഈ ഡിസെൻഡിങ് ട്രാക്സ് എല്ലാം ഇൻറ്ററപ്റ്റഡ് ആവും. കോർട്ടിക്കോസ്പൈനൽ, റെറ്റിക്കുലോസ്പൈനൽ, വെസ്റ്റിബുലോസ്പൈനൽ. അതുകൊണ്ട് നമുക്ക് ഈ സ്പൈനൽ ഷോക്ക് വരും. ഓക്കെ, നൗ ഈ സ്റ്റേജ് സ്പൈനൽ ഷോക്ക് ഒന്നെങ്കിൽ സ്റ്റേജ് 2ലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേജ് 3ലേക്ക് എൻ്റർ ചെയ്യാം. പേഷ്യൻറ്റിന് നമ്മൾ നന്നായി കെയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേജ് 2ലേക്ക് പോകുന്നത് സ്റ്റേജ് ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റി. അതെല്ലാം പേഷ്യൻറ്റിന് കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇറ്റ് ഗോസ് ഇൻ ടു തേർഡ് സ്റ്റേജ്, കംപ്ലീറ്റ് ലോസ് ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റി. ഓക്കെ, തേർഡ് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് അല്ലേ? സ്പൈനൽ ഷോക്കിൻ്റെ 4 എണ്ണം: മോട്ടർ ഇഫക്റ്റ്, സെൻസറി ഇഫക്റ്റ്, വാസമോട്ടർ ഇഫക്റ്റ് ആൻഡ് വിസറൽ ഇഫക്റ്റ്. 4 ഇഫക്റ്റും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്ത സ്റ്റേജ് ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് ചില റീഫ്ലെക്സസ് ഒക്കെ പതുക്കെ റീഗെയിൻ ചെയ്യും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഏറ്റവും ഫസ്റ്റ് ആക്ടിവിറ്റി റീഗെയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ്
മസിൽസ് ഇസ് ഓൾവേസ് സ്മൂത്ത് മസിൽസിലാണ് ഏറ്റവും ഫസ്റ്റ് ആക്ടിവിറ്റി വരിക. ഓക്കെ, അത് യൂറിനറി ബ്ലാഡർ വിൽ റീഗെയിൻ കൺട്രോൾ ടോൺ പാർഷ്യലി ആണ് ടോൺ റീറ്റെയിൻ, വിച്ച് മീൻസ് ദാറ്റ് ബ്ലാഡറിൽ യൂറിൻ നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ പേഷ്യൻറ്റിന് വോളണ്ടറി കൺട്രോൾ സ്റ്റിൽ ബ്ലാഡറിൻ്റെ മേലില്ല. സോ ബ്ലാഡർ ടൈംലി ഒറ്റയ്ക്ക് ഇരുന്ന് എം ടി ചെയ്യും. അത് ഒരു 5 to 6 hours ആ ബ്ലാഡറിന് അറിയും. സോ ബ്ലാഡർ ഓട്ടോമാറ്റിക് ആയിട്ട് എം ടി ചെയ്യും. ഓട്ടോമാറ്റിക് ബ്ലാഡർ പേഷ്യൻറ്റിന് വരും. രണ്ടാമത്തെ ബ്ലഡ് വെസൽസിലും പതുക്കെ ടോൺ റീഗെയിൻ ചെയ്യും. സോ ബ്ലഡ് പ്രഷർ അറ്റ് റെസ്റ്റ് നോർമലായിരിക്കും, പക്ഷെ സ്റ്റിൽ ബയോ റിസപ്റ്റർ കൺട്രോളൊന്നും ഇല്ല. അതുകൊണ്ട് ബി പി ഫ്ലക്ച്വേഷൻസ് കാണും, പക്ഷേ റെസ്റ്റിൽ ബി പി വിൽ ബി നോർമൽ ബിക്കോസ് സിമെട്രിക് ടോൺ പാർഷ്യലി റീഗെയിൻ ചെയ്തു. സ്വെറ്റിങ്ങും തിരിച്ചു വരും. ഓക്കെ, ഇതാണ് സ്മൂത്ത് മസിൽസിൻ്റെ അടി വരിക. യൂറിനറി ബ്ലാഡർ, ബ്ലഡ് വെസൽസ് ആൻഡ് സ്വെറ്റിംഗ്. അടുത്ത സ്കെൽറ്റൽ മസിൽസ് ആണ് സെക്കൻഡ് വരുന്നത്, അവർക്ക് വരും. ആൻഡ് അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഫ്ലെക്സേഴ്സ് ഓർ എക്സ്റ്റെൻസേഴ്സ്. എപ്പോഴും ഫ്ലെക്സേഴ്സിനാണ് ആദ്യം ടോൺ റീഗെയിൻ ചെയ്യുക. സോ നമ്മൾ ഇങ്ങനെ ഫ്ലെക്സേഴ്സിന് ആദ്യം ടോൺ റീഗെയിൻ ചെയ്യും. വി കോൾ ഇറ്റ് ഇസ് പാരപ്ലീജിയ ഇൻ ഫ്ലെക്ഷൻ. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻസർ. ഏറ്റവും ഫസ്റ്റ് അപ്പം ഫ്ലെക്സേഴ്സിന് എന്ത് കിട്ടി? ടോൺ കിട്ടി. ഇനി അടുത്തത് റീഫ്ലെക്സസ് തിരിച്ചു വരും അല്ലേ. ഫ്ലെക്സർ റീഫ്ലെക്സസ് ആയിരിക്കും ആദ്യം വരിക, പിന്നെയാണ് എക്സ്റ്റെൻസർ ആക്ടിവിറ്റി കാണുക. അപ്പോൾ വൈ, എന്തുകൊണ്ടാണ് റീഫ്ലെക്സ് ആക്ടിവിറ്റി തിരിച്ചു വരുന്നത്? 2 reasons are there. One is denervation hypersensitivity and second one is collaterals. അപ്പോൾ വളരെ കുറച്ച് ന്യൂറോൺസ് മാത്രമേ സാൽവേജ് ചെയ്യാൻ ബോഡിക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ കുറച്ച് ന്യൂറോൺസ് വിൽ ബി ഹൈപ്പർ സെൻസിറ്റീവ് ആൻഡ് ഹൈപ്പർ റെസ്പോൺസീവ് ടു എനി സ്റ്റിമുലസ്. That is why reflex activities regain. Second one is new connections, new connections, circuits forming, collaterals forming. അങ്ങനെയും reflex activity തിരിച്ചു വരും. ഓക്കെ, അല്ല അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്മൂത്ത് മസിൽ, പിന്നെ സ്കെൽറ്റൽ മസിൽ ഇറ്റ് വാസ് പാരപ്ലീജിയ ആൻഡ് ഫ്ലെക്ഷൻ ആൻഡ് ഫൈനലി റീഫ്ലെക്സ് അല്ലേ, ഫ്ലെക്സർ റീഫ്ലെക്സ് റിട്ടേൺ. ഇനി അടുത്തത് മാസ് റീഫ്ലെക്സ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഈ മാസ് റീഫ്ലെക്സ്? ഈ സ്റ്റേജ് ഓഫ് റീഫ്ലെക്സ് ആക്ച്വലി കാണാൻ പറ്റുന്ന സംഭവമാണ്. സെവറൽ മന്ത്സ് കഴിഞ്ഞ് വരുമ്പോൾ മാസ് റീഫ്ലെക്സ് വരും. സോ എന്താണ് മാസ് റീഫ്ലെക്സ് എന്ന് ആദ്യം പറഞ്ഞത്. സോ വെൻ യു സ്ക്രാച്ച് ദ സ്കിൻ ഓഫ് ലോവർ ലിംബ് ഓർ അബ്ഡോമിനൽ വാൾ ബിലോ ദ ലെവൽ ഓഫ് ലീഷൻ, ഈ പേഷ്യൻറ്റിനെ നമ്മൾ ഈ ഏരിയ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഈ പേഷ്യൻറ്റിന് അബ്ഡോമിനൽ വാൾ മസിൽസും പിന്നെ ഫ്ലെക്സർ മസിൽസ് ഓഫ് ലോവർ ലിംബ്, ഈ 2 ഗ്രൂപ്പ് ഓഫ് മസിൽസ് വിൽ അണ്ടർഗോ സിവിയർ സ്പാസം. അവർ കാര്യമായിട്ടിരുന്ന് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്ത് വാട്ട് ഹാപ്പൻസ്, ഇവാക്യുവേഷൻ ഓഫ് ബ്ലാഡർ ആൻഡ് റെക്ടം ഹാപ്പൻസ് ആൻഡ് പേഷ്യൻ്റ് ഓൾസോ സ്വെറ്റ്സ്. ഇതിനാണ് നമ്മൾ മാസ് റീഫ്ലെക്സ് എന്ന് പറയണേ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ ഈ ഒരു റീഫ്ലെക്സ് കണ്ടുപിടിച്ചാലുള്ള ഗുണമുണ്ട്. സോ ഇഫ് ദ പേഷ്യൻറ്റ് ക്യാൻ ആക്ച്വലി യൂസ് ദിസ് മാസ് റീഫ്ലെക്സ് ടു എക്സേർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ പേഷ്യൻറ്റിന് ഓട്ടോമാറ്റിക് ബ്ലാഡർ ആണ്, പേഷ്യൻറ്റിന് ബ്ലാഡറിൻ്റെ മേലെ കൺട്രോൾ ഇല്ലാന്ന്. അപ്പോൾ ഈ മാസ് റീഫ്ലെക്സ് വെച്ച് ഇറ്റ് കൻ ബി യൂസ് എക്സേർട്ട് കൺട്രോൾ ഓവർ ദ ബ്ലാഡർ ആൻഡ് ഇറ്റ് കൻ ഓൾസോ ബി ട്രെയിൻഡ്. ഈ ഒരു റിഫ്ലെക്സ് വെച്ച് ട്രെയിൻ ചെയ്ത പേഷ്യൻറ്റിന് ഹി ക്യാൻ റീഗെയിൻ കൺട്രോൾ ഓവർ ഹിസ് റെക്ടം, ഡെഫിക്കേഷൻ, യൂറിനേഷൻ ഹാബിറ്റ്സ്. ജസ്റ്റ് ബൈ സ്ട്രോക്കിംഗ് ഓർ പിഞ്ചിങ് ഹിസ് തൈ അയാൾക്ക് എന്ത് ചെയ്യാം? ഡെഫിക്കേറ്റും യൂറിനേറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ആൻഡ് വാട്ട് ഇസ് എ കോസ്? എങ്ങനെയാണ് ഇത് വന്നത്? ദിസ് സ്റ്റിമുലസ് ഇസ് റേഡിയേറ്റഡ് ടു വേരിയസ് സെൻറ്റേഴ്സ് ഓഫ് സ്പൈനൽ കോർഡ്. അങ്ങനെയാണ് ഈ മാസ് റീഫ്ലെക്സ് ഉണ്ടായത്. ഓക്കെ, സോ മാസ് റീഫ്ലെക്സ് സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റാണ്. ഞാൻ പറഞ്ഞു അല്ലേ, കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിലേക്കല്ല, തേർഡ് സ്റ്റേജ് ഇറ്റ് ഇസ് ഫെയിലിയർ ഓഫ് റീഫ്ലെക്സ് ആക്ടിവിറ്റിയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? മാസ് റീഫ്ലെക്സും ഇല്ല, റീഫ്ലെക്സസ് ഒന്നുമില്ല, ഹൈപ്പോട്ടോണിയ, മസിൽസിനെല്ലാം ടോൺ നഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ഡീജനറേഷൻ ഹാപ്പൻസ് ടു ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഫെക്ഷൻസ്. പേഷ്യൻറ്റിൻ്റെ ഡെത്താണ് ജനറലി ഇതിലെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. So that is all about complete transfixion of spinal cord. ഇനി കോംപ്ലിക്കേഷൻസ് നമ്മൾ what will happen അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു യൂറിനറി ബ്ലാഡർ കംപ്ലീറ്റ്ലി എം ടി ആവുന്നില്ല. റെസിഡൽ യൂറിനറി ബ്ലാഡർ ഓൾവേസ് റിസൾട്ടിങ് ഇൻ UTI ആൻഡ് സിസ്റ്റൈറ്റിസ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫുൾ ടൈം പ്രഷർ ആയതുകൊണ്ട് ഈ ബോണി പ്രോമിനൻസസിൻ്റെ മേലെയൊക്കെ എപ്പോഴും ബെഡ് സോറ് വരും. ജനറലി സേക്രൽ ഏരിയ അല്ലേ, അവിടെയൊക്കെ ബെഡ് സോറ് വരും. പിന്നെ പേഷ്യൻ്റ് എപ്പോഴും കിടപ്പിലായതുകൊണ്ട് പ്രോട്ടീൻ ലോസ് ഭയങ്കരമായിട്ടുണ്ടാവും. പിന്നെ ബോൺസ് എല്ലാം വീക്കായിട്ട് ബോൺസ് വിൽ സ്റ്റാർട്ട് ലൂസിങ് കാൽഷ്യം ടു പ്ലാസ്മ ആൻഡ് ദർ ഇസ് ഹൈപ്പർ കാൽസീമിയ. അപ്പോൾ ഹൈപ്പർ കാൽസീമിയ കോസസ് റീനൽ ഡാമേജ്. കോംപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ഹൗ ഡു യു മാനേജ് പേഷ്യൻറ്റ്? ഫസ്റ്റ് നല്ല നഴ്സിംഗ് ആണ് ഈ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. ബെഡ് സോറ് നമ്മൾ എപ്പോഴും പ്രിവെൻറ്റ് ചെയ്യണം അല്ലേ? എപ്പോഴും എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക? എപ്പോഴും 2 മണിക്കൂർ കൂടുമ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ സൈഡ് സ്വിച്ച് ചെയ്ത് കിടത്തണം. മോയ്സ്ചറൈസർ, ബിക്കോസ് പേഷ്യൻറ്റിന് സ്വെറ്റിംഗ് കുറവല്ലേ, ജസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഇമ്യൂലിയൻ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് ഓൾവേസ് ബെഡ് സോറ് വരാതെ നോക്കുക. പിന്നെ നല്ല ന്യൂട്രീഷൻ ഫ്ലൂയിഡ്സ് എല്ലാം കൊടുക്കുക. പിന്നെ ഓഫ് കോഴ്സ് ആൻറ്റി ഇൻഫ്ലമറ്റോറി ഏജൻറ്റ്സ് സ്റ്റിറോയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം.
പിന്നെ യെസ് റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി, കൗൺസിലിംഗ് ഒക്കെ പേഷ്യൻറ്റ് ചെയ്യാം. Now that is all about complete transverse section of spinal cord. Complete section of spinal cord. Now we'll be seeing incomplete transverse section of spinal cord. ഇതിലാകെ നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റേജ് സ്പൈനൽ, ഇതിൽ 3 സ്റ്റേജ് സ്പൈനൽ ഷോക്ക്, സ്റ്റേജ് റിഫ്ലെക്സ് ആക്ടിവിറ്റി, സ്റ്റേജ് റിഫ്ലെക്സ് ഫെയിലിയർ. അതിൽ സ്പൈനൽ ഷോക്കും റീഫ്ലെക്സ് ഫെയിലിയറും കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ സ്പൈനൽ കോഡിൻ്റെ സെയിം ഫീച്ചേഴ്സ്. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, റീഫ്ലെക്സ് ആക്ടിവിറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിലാകെ വ്യത്യാസം നമ്മൾ ജസ്റ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയാൽ മതി. അവിടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷനിൽ വന്നത് ആദ്യം ഏതായിരുന്നു? ഫ്ലെക്ഷൻ, സ്മൂത്ത് മസിൽസിന് വന്നു. സ്മൂത്ത് മസിൽസ് തന്നെ സ്കെൽറ്റൽ മസിൽസിൽ ഫ്ലെക്സേഴ്സിലാണ് ആദ്യം വന്നത്, പിന്നെ എക്സ്റ്റൻസേഴ്സ് വന്നു, ഫ്ലെക്സർ റീഫ്ലെക്സ് ആണ് വന്നത്, പാരപ്ലീജിയൻ ഫ്ലെക്ഷൻ എന്നാണ് വിളിച്ചിരുന്നത്. നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. അവിടെ മാസ് റീഫ്ലെക്സ്. ഇവിടെ എന്താ വെച്ചാൽ എക്സ്റ്റൻസേഴ്സും ടോൺ ഫസ്റ്റ് വരും, മാസ് റീഫ്ലെക്സ് ഇല്ല, എക്സ്റ്റൻസർ റീഫ്ലെക്സ് ആണ് ആദ്യം വരുന്നത്. സോ വി കോൾ ഇറ്റ് പാരപ്ലീജിയൻ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് this one. That is all about complete transaction and incomplete transaction spinal cord. Next video we will see Brown sequence syndrome. Thank you.